ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കാണുമ്പോൾ ലാസ്റ്റ് ഒരു വലിയ വഴക്കുണ്ടായി. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവിടെ നിർത്തിയിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒനിയിലും ലക്ഷ്മിയുമായിട്ടുണ്ടായ ഒരു വലിയ വഴക്കായിരുന്നു. അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഒരു സെൻസിറ്റീവായ ടോപ്പിക്കാണ്. ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. കണ്ടന്റ് അയാൾ വളരെ നെഗറ്റീവായിട്ട് അയാൾക്ക് പുറത്ത് കണ്ടന്റ് പോകുന്ന ഒരു വിഷയമാണ്. കാരണം അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഒരാൾ ചെയ്ത കാര്യം പറയുന്നത് പോലല്ല, ചെയ്യാത്തൊരു കാര്യം ഉണ്ടാക്കി പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവരുടെ സ്പോൺസർ ടാസ്കിൽ ജയിച്ചത് ഒനിയിലും മസ്താനിയും ഒക്കെ ഉണ്ടായിരുന്ന ടീമാണ് ജയിച്ചത്. അപ്പോൾ ആ ടാസ്ക് ജയിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ എല്ലാവരും കൂടെ ഭയങ്കര ചാടി ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാടി വന്ന സമയത്ത് ഒനിലിൻ്റെ കാല് തട്ടി ഒനിലിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മസ്താനിയാണ്. വീഴാതിരിക്കാൻ വേണ്ടി മസ്താനിയെ ഒനിലിങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ആരായാലും വീഴാൻ പോകുമ്പോൾ ഫ്രണ്ടിലുള്ള ഏത് വസ്തുവാണോ, അതൊരു മനുഷ്യനാണോ വസ്തുവാണോ എന്തിലായാലും നമ്മൾ കയറി പിടിക്കുന്നത് യാദൃച്ഛികമാണ്, സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെ പിടിച്ചു. അത് മസ്താനിയായിരുന്നു പിടിച്ചത്. അപ്പോൾ തന്നെ സോറി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ അങ്ങ് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എനിക്കെന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻ പോലെ വന്നിട്ട് മസ്താനി ഇത് ലക്ഷ്മിയായിട്ട് ചർച്ച ചെയ്തു. അത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് ഇത് ചർച്ച ചെയ്യുന്നത്. കാരണം ഇത് പുറത്തേക്ക് വിടുന്നതിന് മസ്താനിക്ക് താല്പര്യവുമില്ലായിരുന്നു. അത് ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചോദിച്ചത്. പക്ഷേ അത് ലക്ഷ്മി അതിനെ വളച്ചൊടിച്ചു. അതൊരു ബാഡ് ടച്ച് ആയിരുന്നു ഒനിയിൽ നടത്തിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ വളരെ വിഷയമുണ്ടാക്കി. മറ്റുള്ള ഹൗസ്മേറ്റ്സിനെയൊക്കെ വിളിച്ചു, കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. അത് ഒനിയിൽ അത് അപ്പം തന്നെ പറയുന്നു, അങ്ങനെയല്ല ചെയ്തത്, ഞാൻ അതിന് സോറിയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടിയല്ല അത് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയുടെ ഭാഗങ്ങൾ എടുത്ത് നമ്മൾ നോക്കിയാൽ അറിയാം അത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമാണെന്നാണ് നമുക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിന് ലക്ഷ്മി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ച് വളരെ ഒരു വല്ലാത്തൊരു വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് ഒനിയിൽ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കണമെന്ന്. അടുത്ത ലാലേട്ടൻ വരുന്ന ദിവസം വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഒനിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. മസ്താനി വന്ന് പറയുന്നുണ്ട്, മസ്താനി ഇത് പുറത്ത് പേഴ്സണലായിട്ട് ഒതുക്കി തീർക്കാൻ വേണ്ടി വളരെ രഹസ്യമായിട്ട് പറഞ്ഞൊരു സംഭവമാണിത് ലക്ഷ്മിയോട്. അങ്ങനെ ഒരു കണ്ടന്റ് പുറത്തേക്ക് വിടുന്നതിന് മസ്താനിക്ക് താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് കണ്ടന്റ് പുറത്തേക്ക് വിടരുതെന്നും മസ്താനി പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കളിച്ചത് ലക്ഷ്മിയാണ്. അതൊരു കണ്ടന്റാക്കി എടുത്ത് വളരെ വൾഗറായിട്ട് തന്നെ ചിത്രീകരിച്ച് അതൊരു വൃത്തികെട്ട രീതിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു വഴക്കുണ്ടായപ്പോൾ ലക്ഷ്മി പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല, തന്നെ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരുന്നുവെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ, ഇവളുമാരെയൊന്നും വീട്ടിൽ പോലും കയറ്റാത്തവളുമാരാണ് എന്നൊക്കെ പറഞ്ഞ് ആദിലയും നൂറയും വളരെ താറടിച്ച രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദില ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലക്ഷ്മി പറഞ്ഞത് വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിൾസാണ്. പക്ഷേ അവരുടേതായ ഒരു സ്റ്റാൻഡ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർക്കുണ്ട്. ലക്ഷ്മിയെ പോലെയല്ല, അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആരെയും താറടിച്ച് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വളരെ മാന്യമായ രീതിയിലാണ് അവരുടെ പെരുമാറ്റവും. രണ്ട് കുട്ടികൾക്കും വിദ്യാഭ്യാസമുള്ളെങ്കിൽ അവർ നല്ലൊരു ഫാമിലിയിൽ പിറന്ന രണ്ട് കുട്ടികളാണ് എന്നുള്ളതിന് തെളിവാണ് അവരുടെ പെരുമാറ്റ രീതി. അവരുടെ ജീവിതവും അവരുടെ കമ്മ്യൂണിറ്റിയും ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് വരുമായിരിക്കും. പക്ഷേ അവരുടെ സ്വഭാവ രീതി അവർ നല്ലൊരു കുടുംബത്തിൽ പിറന്ന രണ്ട് കുട്ടികളാണെന്ന് കാണിച്ചു തരുന്ന വ്യക്തമായ ഒരു സ്വഭാവ രീതി തന്നെയാണ് അവർ നടക്കുന്നത്. അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പെരുമാറുന്നത് എല്ലാവരോടും. പക്ഷേ ലക്ഷ്മി കുറച്ച് ദിവസം മുന്നേ വന്നു കയറി എല്ലാവരെയും താറടിച്ച് കാണിച്ച് മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ തറയാക്കി, അതും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ എതിർ സൈഡിൽ നിൽക്കുന്ന കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ എതിർ സൈഡിൽ നിൽക്കുന്നവരെ വളരെ താറടിച്ച് കാണിച്ച് സംസാരിക്കുന്നത് പോലെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനൊരു ഗെയിം പ്ലാനുമായിട്ടാണ് ലക്ഷ്മി മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ ലക്ഷ്മിയുടെ ഓവർ സ്മാർട്ട്നെസ് ഒരിക്കലും ലക്ഷ്മി ആ വീട്ടിനുള്ളിൽ നിർത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.